സന്തതികളുടെ വീണ്ടെടുപ്പ്, ദ റിഡംഷൻ ഓഫ് അവർ ചിൽഡ്രൻ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന അമ്മമാർക്ക് പറ്റിയ വാക്യങ്ങളാണ് ഇന്ന് കടന്നു വരുന്നത്. ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു, അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച. യേശു ക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. തൻ്റെ പ്രാണനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. ശനിയാഴ്ച ദിവസം പാതാളത്തിൽ ചെന്ന് ആദത്തിൻ്റെ അവയുടെയും കൈക്ക് പിടിച്ച് രക്ഷിച്ചതായിട്ട്. അതായത് നമ്മൾ ആ ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത്, വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാണ് തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. അപ്പോൾ ആദത്തിനെ കാണാൻ അതിമനോഹരനാണെന്ന് ഓർക്കണം, കാരണം ദൈവത്തിൻ്റെ ഛായയാണ്. അവയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, അത്ര മനോഹരം. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദത്തിൻ്റെ മനോഹരത്വം കൊണ്ട് ഇങ്ങനെ ഈ പ്രകാശം നമ്മുടെ മേലോട്ടിങ്ങനെ അടിച്ചു വരുന്നു. അതായത് സൃഷ്ടിക്കുന്ന സമയത്ത് പാപമില്ല അവരിൽ. ആ ഒരു മനോഹരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഈ ശനിയാഴ്ച ദിവസം ആദത്തിനെ അവയെയും ക്രിസ്തു, അതായത് തൻ്റെ പുത്രനായ യേശു വന്നിട്ട് കൈക്ക് പിടിച്ച് പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു പടം എഫെസസിലൊക്കെ ചെന്ന് ചെല്ലുമ്പോൾ അവിടുത്തെ പള്ളികളിൽ കാണാം. നമ്മൾ ഈ പടം ഇങ്ങനെ കല്ലറ തുറന്നിട്ട് യേശു ഇങ്ങനെ അങ്ങോട്ട് കൈക്ക് പിടിച്ച് ആദത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പൊക്കി കല്ലറയുടെ പുറത്തെ കല്ല് മാറ്റി വെച്ച് പിടിച്ച് പൊക്കുമ്പോൾ ഹവ്വായും കൂട്ടരും എല്ലാം രക്ഷപ്പെട്ട് വീണ്ടും പറുദീസയിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. കാരണം അതിനുവേണ്ടിയാണല്ലോ ക്രൂശ് ഏറ്റെടുത്തത്. അപ്പോൾ ഈ ആദത്തിന് വ്യക്തമായിട്ട് അറിയാം ദൈവവുമായിട്ടുള്ള ബന്ധം എന്തെന്ന്. ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് പിതാവാം ദൈവവും പുത്രനും പരിശുദ്ധ എല്ലാവരും കൂടെ ആദവുമായി സംസാരിക്കുമായിരുന്നു. എന്നാൽ കുറേ നാൾ, എത്ര നാൾ ജീവിച്ചു എന്ന് അവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് ഈ ദുഷ്ടപിശാച് വന്ന് അഴുക്ക് ചിന്തകൾ ഇട്ട് കൊടുത്ത് പല പ്രാവശ്യം ബൊമ്പാടി ചെയ്തിട്ടായിരിക്കണം മനുഷ്യൻ ദൈവത്തെ പോലെ ആകണോ. ദൈവത്തിൻ്റെ മകനാണ്, പക്ഷെ ദൈവത്തിൻ്റെ മകനാണെന്ന് അറിയണമെങ്കിൽ ക്രമേണ ആ ബന്ധം എവിടെയോ ദൈവത്തിനറിയാൻ മനുഷ്യനെന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെ ഈ വെട്ടേറ്റ് നിലംപരിശായ ആ പിശാച് വന്ന് ആദത്തിനെ അവയും കബളിപ്പിച്ച് ദൈവത്തിൻ്റെ അനുസരണക്കേട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. അതായത് നന്മതിന്മയുടെ വൃക്ഷം അവിടെ നിൽപ്പുണ്ട്, അതേന്ന് കഴിക്കരുത്, ജീവൻ്റെ വൃക്ഷമാണെന്ന് ക്രിസ്തു കൊണ്ട് അതിൽ നിന്നും ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഴിച്ചു, അതോടൊരു പാപം ചെയ്ത് ഒരു നഗ്നരായെന്ന് ബോധം വന്നു. അതോടുകൂടി പറുദീസ നഷ്ടപ്പെടുക ചെയ്തു. അതുകൊണ്ടാണല്ലോ രണ്ടാമത് യേശു ക്രിസ്തു രണ്ടാം ആദമായിട്ട് വരേണ്ടി വരുന്നത്. പറുദീസ നഷ്ടപ്പെട്ട ദിവസം തൊട്ട് ആത്മാവ് മരിച്ചു ആദത്തിൻ്റെ അവ്വയുടെ. അപ്പം ദൈവം പറഞ്ഞായിരുന്നു, നീ ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് മരിക്കും. അങ്ങനെ ആത്മാവ് മരിച്ചു. ഗ്ലോറി പോയപ്പോഴത്തേക്ക് നഗ്നരായി. ഇവർ നഗ്നരായി കഴിഞ്ഞപ്പം ആദത്തിന് മനസ്സിലായി നഗ്നനാണ്. ഇവർ അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് തൻ്റെ വസ്ത്രം അവരെ രണ്ടുപേരും മൂടി മറച്ചെന്ന്. സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യപ്രകാശം വരുമ്പോൾ ഇല ചുരുണ്ടു പോകും. വൈകിട്ട് വന്ന് ദൈവം വിളിക്കുമ്പോൾ ആദം എന്ന് വിളിക്കുമ്പോൾ ആദ്യം കടന്നു വരുന്നില്ല. അപ്പം വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കരയുന്നത് പിതാവാം ദൈവം തൻ്റെ പുത്രനെ. അതായത് നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു. നമ്മൾ ഇപ്പം 3 വയസ്സുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് നമ്മൾ പാർക്കിൽ പോവുക. നമ്മൾ അങ്ങോട്ട് കണ്ണു തിരിയുമ്പം വേറൊരാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെന്നിരിക്കട്ടെ, തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞില്ല അവിടെ. നമ്മൾ ചതുങ്ക് പൊട്ടി കരയും. കാരണം ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഇപ്പം കാണുന്നില്ല, അതിനെ ആരോ കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് പിതാവാൻ ദൈവത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മനുഷ്യ സ്വഭാവം പാപം ചെയ്തതോടുകൂടി ആത്മാവ് നശിച്ചു. അവരൊറ്റ തരത്തിൽ ദൈവത്തിന് മുമ്പിൽ കടന്നു വരുന്നില്ല. അതൊന്ന് വിളിച്ചിട്ട് കടന്നു വന്നില്ല. അവസാനം കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് കടന്നത്? അപ്പം പറഞ്ഞു, എനിക്ക് ഭയമായിപ്പോയി, ഞാൻ നഗ്നനാണ്. ആര് പറഞ്ഞു നീ നഗ്നനെന്ന് ദൈവം ചോദിക്കുന്നു. അറിയാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ആസ്കിങ് ടു ആൻഡ് ഫ്രോ. അപ്പം യേശുവിനോട് അവരെല്ലാം അന്നേരം തുറന്നു പറയുന്നില്ല. അത് ആദ്യമായിട്ട് അവ്വയെ കുറ്റം പറയുന്നു. അന്ന് തൊട്ട് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നുണ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നു ദൈവമേ, മനുഷ്യൻ ഇല്ലാത്ത നുണ പറഞ്ഞാൽ തോന്നി ഇത് സംഭവിച്ചതാണ്. അതുപോലെ പറഞ്ഞ് ഡിവോഴ്സാകും. ഒരിക്കലും ചെയ്യാത്ത പാപങ്ങൾ വിളിച്ചു പറഞ്ഞ്. എനിക്കറിയാവുന്ന എൻ്റെ നല്ലൊരു അടുപ്പമുള്ള ഒരു സ്ത്രീ, അവരുടെ മകൻ അമേരിക്കയിലായിരുന്നു. ഹി വാസ് ഇൻ കേറ്ററിങ്. എൻ്റെ ഭാര്യ നേഴ്സാണ്. അവിടെ കൊണ്ടുപോയി ഇവരുടെ ഈ അമ്മായിമ്മയുടെ നിർബന്ധം കൊണ്ടുപോയി അവിടെ ജോലിയായി. അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം വന്നു. ഒരു പെൺകുട്ടിയുണ്ട്, അഭിപ്രായ വ്യത്യാസം വന്നു. മരുമോള്, അതായത് ഈ ചെറുക്കൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഇവർ വീഴുകയാണ്ട് ചെയ്തപ്പം വിളിച്ചു പറഞ്ഞു ഭർത്താവ് തള്ളിയിട്ടാന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു.
അമേരിക്കയിലല്ലേ, അവർ വന്ന് വിളിച്ചുകൊണ്ട് പോയി ജയിലിലിട്ടു. അതോടെ വിവാഹം തീർന്നു. അവൻ തൊട്ടൊന്നുമില്ല, കള്ളക്കേസ്. അപ്പം ഇങ്ങനെയല്ലേ മിക്ക കാര്യങ്ങളിലും. അന്ന് തെള്ളിയിട്ടാൽ തന്നെ ക്ഷമ ചോദിച്ച് മാറാനുള്ളതല്ലേ ഉള്ളൂ. ആ കൊച്ചനോട് എന്ത് ചെയ്ത് പറഞ്ഞു അവൻ ഇനി അവളെ വേണ്ട, കാരണം അവന് പേടിയായിപ്പോയി. ഒരു പ്രാവശ്യം ജയിലിടിപ്പിച്ച് ആ മോളെ കൊണ്ട് പോലും നുണ പറയിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ പാപത്തിൻ്റെ ഒരു ഇഫക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അത് ഇന്ന് തുടങ്ങിയതല്ല, ഏതൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. അതൊന്ന് മനസ്സിലാക്കി ഞാൻ ഈ ഡിവോഴ്സ് കേസ് എടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് ഈ ഭർത്താവിനെയും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു സത്യമാണ്, നമ്മൾ അന്യോന്യം കുറ്റം പറയാതെ എങ്ങനെ പോയാലും നമ്മളൊന്ന് ദുഷ്ടപിശാചിൻ്റെ നുണയും ദുഷ്ടനും പുറത്തേന്ന് പറയാൻ എന്തുകൊണ്ട് സ്ത്രീകൾ പഠിക്കുന്നില്ല, അല്ലെ പുരുഷന്മാർ പഠിക്കുന്നില്ല? ഈ നുണ ഇവിടൊക്കത്തില്ല എന്ന് 4 പ്രാവശ്യം പറഞ്ഞ് അവൻ കയറത്തില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഈ നുണയും പിശാചും കാളൻ കയറി വന്നിട്ട് കുടുംബങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്ത. നമ്മൾ തന്നെ ഇത്ര വചനം പറയുന്ന എനിക്കൊരല്പ ക്ഷീണം വന്നാൽ ഉടനെ പിശാച് ചിന്തിപ്പിക്കുന്നു, ഇനി ഒന്നിനും കൊള്ളത്തില്ല, നീ അതാണ് ഇതാണ് 100 ചിന്ത കൊണ്ടിടും. അത് എൻ്റർടൈൻ ചെയ്തു പോയെങ്കിൽ തീർന്നു. അടിച്ച് അവനെ അന്നേരം ഇറക്കി ചിലപ്പോൾ എനിക്ക് വാശി വരും, നല്ല വാശി വന്നിട്ട് ഞാൻ ഉള്ള ചിരട്ടയെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഞാൻ കത്തിച്ചിട്ട് കുറച്ച് കുന്തിരിക്കം ഇട്ട് കത്തിച്ചിട്ട് ഞാൻ ആ തീയും കൊണ്ട് എല്ലാ റൂമിലും കൊണ്ടുപോയി ഞാൻ ഒന്നും കൂടെ ഒന്ന് വാഴ്ത്തി സ്തുതിക്കും. കാരണം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇവനൊന്ന് ഇരിക്കുന്ന കാണുക, അത്ര എനിക്ക് വാശിയുണ്ട്. എല്ലായിടത്തിലൊന്നും ജയം എടുത്തിട്ടില്ല, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് നല്ല തീഷ്ണത, അതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ദിവസം ശനിയാഴ്ച എന്ന് പറയും, ദുഃഖ ശനിയാഴ്ചയല്ല, സന്തോഷത്തിൻ്റെ ശനിയാഴ്ചയാണ്. കാരണം കർത്താവ് പാതാളത്തിൽ ചെന്നിട്ട് ആദം മരിച്ചെന്ന് പറഞ്ഞെങ്കിലും വേദപുസ്തക പ്രകാരം 930 years 930 വർഷം പിന്നെയും ജീവിച്ചെന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ആത്മാവ് മരിച്ചെങ്കിലും ജീവിക്കും, മനുഷ്യൻ ജീവിക്കുമെന്ന്, ശരീരം. അപ്പം 930 വർഷം പിന്നെയും ജീവിച്ചപ്പം ഓരോ പ്രാവശ്യവും തൻ്റെ മക്കൾ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദം കരച്ചിലാണ്. അയ്യോ, ഞാൻ അന്ന് അനുഭവിച്ച ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം, ആ പിതാവുമായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്കും അത് നഷ്ടപ്പെട്ടത് ഞാൻ മൂലമാണല്ലോ എന്ന് പറഞ്ഞ് ആദം കരച്ചിലാണ്. ഇന്നും കരച്ചിലാണ്. മനസ്സിലാക്കണേ. അതായത് നമ്മൾ മൂലം നമ്മുടെ മക്കൾ, ഇപ്പം നമ്മുടെ മക്കളെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾ പിടിച്ചുകൊണ്ട് പോയി അതിനെ കൊണ്ടുപോയി വേണ്ടാത്ത പ്രവൃത്തി ചെയ്യിപ്പിച്ചാൽ നമ്മൾ മരണം വരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കാര്യമല്ല, അയ്യോ ഞാൻ അന്നേരം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ഇത് പറഞ്ഞായിരിക്കും കരച്ചിൽ വരുന്നത്. അത് അവൻ്റെ ഒരു തന്ത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള നുണകൾ വരുമ്പോൾ അത് ദൈവത്തിന്, എന്നെ കരുതുന്നത് എൻ്റെ മക്കളെ, അവർക്ക് ദൈവം അറിയാവുന്നും വരത്തില്ല, അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ എന്നൊരമ്മയും അപ്പനും പറയാൻ തുടങ്ങുമ്പോൾ പിശാചിൻ്റെ പല നുണകളും അഴിഞ്ഞു പോകും. മിക്ക ഡിവോഴ്സിലും നുണയിലാണ് നിൽക്കുന്നത്. പിന്നെ അന്ന് ഡിവോഴ്സിൻ്റെ ഒരു കേസ് കൊടുത്തു നോക്ക്, ഇല്ലാത്ത നുണകളെല്ലാ വക്കീലന്മാർ എഴുതി വെക്കും. പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്ത് കണ്ടുകൂടാതെ എങ്ങുമില്ലാത്ത വിദ്വേഷം. അതാണോ ദൈവം ചെയ്തത്? അതുകൊണ്ടാണ് ദൈവം ഐ ഹേറ്റ് ഡിവോഴ്സ്. യേശു ക്രിസ്തു പറയുന്നത് ഐ ഹേറ്റ് ഡിവോഴ്സ്. സ്വർഗത്തിലെ അപ്പച്ചൻ ആദത്തിനെ ഹവ്വായെ ഒന്നാക്കി കണ്ട് ആദം എന്ന് വിളിക്കും. ആദം ഹവ്വായും ഉണ്ടായിരുന്ന 2 പേരെ ആദത്തിനെ രക്ഷിച്ചപ്പോൾ ഹവ്വായെയും രക്ഷിച്ചെന്ന് മനസ്സിലാക്കണം. അതാണ് ദുഃഖ ശനിയാഴ്ച അല്ല, നല്ല ശനിയാഴ്ച. അപ്പം മരിച്ചവരെ പോലും രക്ഷിച്ച് പറുദീസയെ കൊണ്ടുപോയ ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി അകൃത്യയാഗത്തിനായിട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി പാപം ഏറ്റെടുത്തു. യെശയ്യാ 53:10 വാക്യമാണ് ഇങ്ങനെ വായിക്കുന്നത്. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ കഷ്ടം വരുത്തി. യേശുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. അപ്പം സന്തതികൾ, ആദത്തിൻ്റെ സന്തതികളാകുന്ന ദൈവമക്കളെ തിരിച്ചെടുപ്പിക്കാൻ യേശു ക്രിസ്തു കടന്നു വന്ന് ഒരു അകൃത്യയാഗമായി തീർന്നതിനാൽ ഞാൻ എൻ്റെ സന്തതികളെ കാണുക തന്നെയല്ല, എനിക്ക് ദീർഘായുസ് പ്രാപിച്ചിട്ട് യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുന്നത് ഞാൻ കാണുമെന്ന്. അതാണ് നമ്മുടെ വിജയം. യെശയ്യാ 53 എഴുതിയതാ. യെശയ്യാ 53 എഴുതിയ അകൃത്യയാഗമായിട്ട് പാപയാഗത്തിന്, പാപപരിഹാരത്തിനാണ് ക്രൂശിന്മേൽ യേശു കയറിയ കുഞ്ഞാട്. പാപമില്ലാത്തവൻ, പാപമൊഴികെ സകലത്തിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവൻ. പക്ഷെ പാപത്തെ തൊട്ടില്ല, പാപം തൊടാനൊക്കത്തില്ല യേശുവിന്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ പറയുന്നത് സത്യമാണ്. അവൻ എന്നെ നുണ പറയാൻ മനുഷ്യനാണോ?
മനുഷ്യപുത്രനാണോ അവൻ നുണ പറയാൻ? ദൈവപുത്രനായിട്ടല്ലേ നിൽക്കുന്നത്. ഇസ്രായേലിന് ആഭിചാരം പറ്റിയ ലക്ഷണവിദ്യ യഹൂദയ്ക്ക് തൊടുകയില്ല. യാക്കോബിന്മേൽ ലക്ഷണവിദ്യ തൊടാനൊക്കത്തില്ല. എൻ്റെ തലമുറകളുടെ മേൽ നിൽക്കുന്ന ഈ നുണയുടെ പിശാച് ചെതല് അഴിഞ്ഞ് വീഴുന്ന പോലെ അഴിഞ്ഞു പോണെന്ന് പോയേ പറ്റൂ. ഇത് വചനമാണ്. വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഒറ്റ വചനം മതി ചില കാര്യങ്ങൾ ജയമെടുക്കാൻ. 2-3 വേണ്ട. ഈ 10 വചനം പഠിച്ചു വെച്ചാൽ ഒന്നും അറിയത്തില്ല എന്നാ ഗുണം. ഒരു വചനം അകൃത്യയാഗമായിട്ട് അവൻ എനിക്ക് വേണ്ടി മാറി. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിലാകുമ്പം കർത്താവ് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് മോശയോട് പറഞ്ഞവൻ എൻ്റെ കൂടെ നിൽക്കുന്നു. അവനാണ് എൻ്റെ റിഡംപ്റ്റീവ് സേവിയർ. എൻ്റെ തലമുറകളെ രക്ഷിക്കാൻ വന്നവൻ യഹോവേ, YHVH എന്ന് പറയുന്ന യഹോവേ, യേശുവെന്ന് പറഞ്ഞു വന്നവൻ സ്വന്തം പുത്രനായിട്ട് ഭൂമിയിൽ വന്ന് യേശുവോ ദൈവപുത്രന് ക്രിസ്തു തന്നെ എന്ന് അവൻ്റെ വാക്കുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 26:63 പറയുന്നു. യേശു ക്രിസ്തുവിനോട് മഹാപുരോഹിതൻ, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും ചോദിക്കും യേശു ദൈവമാണോ എന്ന് പലരും ചോദിക്കുന്നു. പല സഭക്കാരും നമ്മുടെ അല്ലാത്ത ചോദിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്. യേശു പറഞ്ഞൊരു ഉത്തരം മത്തായിയുടെ സുവിശേഷം 26:63 പറക എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ യേശു പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പുറപ്പാടിൽ പറഞ്ഞവൻ വീണ്ടും ഇതാ പറയുന്നു പുതിയ നിയമത്തിൽ ക്രൂശ് മരണത്തിന് തൊട്ട് മുമ്പ് ഞാനാകും. ഇതൊക്കെ കാണുമ്പോൾ അവിടെ കണ്ണ് തള്ളും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എൻ്റെ തലയിലോട്ട് കയറി. എൻ്റെ പിന്നെ 48 പറയുന്നു, അവനെ കാണിച്ചു കൊടുത്തവൻ ഞാൻ അവനെ ചുംബിക്കുന്നു, അവൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. അവനെ പിടിച്ചുകൊള്ളുവാനും. അപ്പം ഇവൻ തന്നെ ആകുന്നവനാണ് നമ്മുടെ ദൈവം. ഞാനാകുന്നവൻ ഞാനാണെന്ന് ദൈവം തമ്പുരാൻ തൻ്റെ വാക്കുകൊണ്ട് പറയുന്നു. 26:48 കർത്താവ് പറയുന്നത്, ഈ ശത്രുവിൻ്റെ മുൻപിൽ ഞാനായി. അതാണ് യഹ്വേ YHVH എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാമം. യേശു, യഹോവ എന്നുള്ളത് യേശുവായിട്ട് പുതിയ നിയമത്തിൽ വന്ന് സ്വന്തം പുത്രനായിട്ട് വന്ന് നമ്മളെ വീണ്ടെടുത്തവൻ ഇന്ന് നമുക്ക് തന്നെയല്ല, മരിച്ചുപോയ ആദത്തിന് അവയ്ക്കും പോലും പറുദീസയിലേക്ക് തിരിച്ചുള്ള യാത്രയ്ക്ക് ഈ ദിവസം ഉപയോഗിച്ചു എങ്കിൽ ഏതവസ്ഥയിലിരിക്കുന്ന മക്കളെയും തിരിച്ചു കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തൻ. അതുകൊണ്ട് യേശു ക്രൂശ് മരണത്തിന് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വർക്ക്, ഒരു പൂർത്തീകരിച്ച ഒരു ജോലിയാണ്. എത്ര പേർക്ക് അറിയാം? പിന്നെ നാളെ കർത്താവ് പറയുന്നുണ്ട് ഈ ഇബ്രാഹിലേഖനത്തിനാണ്, അതായത് എന്നേക്കുമായിട്ട് അവനൊരു യാഗമായി തീർന്നതിനാൽ ഇനിയും പാപം നിന്നെ ഭരിക്കത്തില്ലെന്ന്. അത് ഞാൻ ഇന്നലെ വായിച്ച്. കർത്താവ് പറയുന്നത് അവൻ എന്നേക്കുമായിട്ട് പാപം ഏറ്റെടുത്തതിനാൽ ഇനി ഒരു പാപത്തിന് വേണ്ടി ഇനി നീ ഒരു യാഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തെയും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു, പെർഫെക്റ്റ് ആക്കി മാറ്റിയെന്ന്. By one sacrifice he has made perfect forever those who are being made holy. എബ്രായലേഖനം 10:14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണം. ഒറ്റയാഗം കാൽവറിയിൽ തീർന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കട്ടെ. നാഥ, ഒരു കാര്യം ചെയ്തു തീർത്തെന്ന് മരിക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ തീർക്കാത്ത പോലെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ കർത്താവ്. എൻ്റെ ആത്മാവിനോട് നീ സംസാരിക്കണമേ, എൻ്റെ പ്രാണനോട് സംസാരിക്കണമേ. അത് കഴിഞ്ഞ് ഈ പ്രാണനും ആത്മാവും ശരിയാകുമ്പം ഞങ്ങളുടെ ദേഹി മര്യാദയ്ക്ക് അനുസരിക്കും. എപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ ശരീരമാണ്, വേറെ ആരുടെയല്ല. പ്രശ്നം ഞങ്ങളിൽ തന്നെയാണ്, യുദ്ധം ഞങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കർത്താവിൻ്റെ ക്രൂശുമരണം സകലതും പൂർത്തിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഈ വികട ബുദ്ധി ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തിനെതിരായിട്ട് ആത്മാവ് പ്രവർത്തിക്കും, ദേഹം ദേഹി പറയുന്നതിന് വിപരീതമായിട്ട് ആത്മാവ് പറയുന്നത് കേൾക്കത്തില്ല, ഞങ്ങൾ ആത്മാവ് പറയുന്നത് കേൾക്കാത്ത പോലെ ജീവിക്കും, ദൈവത്തിനെ വേദനിപ്പിക്കും. ഇതെല്ലാം പുത്രനെ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, തലമുറകളെ സമർപ്പിക്കും. ഒത്തിരി ഉപദേശമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പച്ചൻ. ഒരു സത്യം, അപ്പച്ചൻ ക്രൂശിന്മേൽ കയറി
ബുദ്ധിയില്ലാത്ത ആടുകൾക്ക് വേണ്ടി, അലഞ്ഞു നടക്കുന്ന മുടിയനായ പുത്രനുള്ളവർക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ കയറി. ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിരിക്കുന്ന ശക്തി എത്ര ആണെങ്കിലും ദൈവത്തിന് അത്രയും സമനല്ല. അവൻ ദൈവം ഉണ്ടാക്കിയത്, ആ ശക്തി അപ്പച്ചൻ തിരിച്ചെടുത്ത് ക്രൂശിൽ. അങ്ങനെ ഇനി അവന് വലിയ സ്ഥാനം കൊടുക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ഒരു ദിവസം മരിച്ചവർക്ക് പോലും വീണ്ടെടുപ്പ് കൊടുത്തു എങ്കിൽ, മരിച്ചു നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഇവിടെയൊക്കെ ഞങ്ങളുടെ തലമുറകളിൽ, ഭർത്താക്കന്മാരാകാം, ഭാര്യമാരാകാം, മക്കളാകാം, ചിലപ്പം സഹോദരി സഹോദരൻ, കൊച്ചുമക്കളായി, ഇവരൊക്കെ കിടന്ന് കരയുന്ന ഒരേ ഒരു കൂട്ടരുണ്ട്. അപ്പച്ച സ്ത്രീകളും പുരുഷന്മാരും കരയുന്നവരുണ്ട്. അവരുടെ കണ്ണുനീര് സത്യം കൊണ്ട് മനസ്സിലാക്കി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓരോ വഴിതെറ്റി നടക്കുന്നവരുടെ പോലെ യേശുവിൻ്റെ പേർ ചൊല്ലി വിളിക്കുന്നു. വടം കെട്ടി മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെ ആ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വടം കൊണ്ടിങ്ങനെ കെട്ടി 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 കൊളുത്തിയിട്ടിട്ട് ഒരു വലി, അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ നാഥ. ഈ വടമിട്ട് വലിക്കുന്ന നിൻ്റെ നാമത്തിൽ നെയ്തെടുത്ത ആ കയറാണ്. മുപ്പിരി ചരടെന്ന് പറയുന്നത് നിന്നോട് ചേർന്ന് നിന്ന് പണിത കുടുംബമാണ്. അതൊന്നും പൊട്ടിക്കാൻ ആർക്കും ഒക്കത്തില്ല. അവിടെ ഒന്നും കൂടെ ഒന്ന് ദൃഢപ്പെടുത്തപ്പിച്ച അവിടത്തിൻ്റെ നീളമൊന്ന് ചെറുതാക്കി നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗവസ്തുവിനെ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ പോലെ അവിടെ കൊണ്ടുവന്ന് വെച്ച് പഠിപ്പിച്ചെടുക്കുക പച്ച. അതിനത് ചെയ്യും. അത് ചെയ്യാൻ വിശ്വസ്തൻ തന്നെ. എൻ്റെ വചനം സത്യമാകിയാൽ എന്നെ ഓർപ്പിക്കുക എന്ന് പറയുമ്പോൾ വഴിമാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വരട്ടെ. വഴിക്ക് തടസ്സം നിൽക്കുന്ന ബാധകൾ, ഈ നുണയുണ്ടല്ലോ, അനേക നുണകൾ കയറി വരുന്നത്, അതെല്ലാം അഴിഞ്ഞു പോട്ടെ. അതെല്ലാം ചെതലുപോലെ മാറിപ്പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ വെളിച്ചം പെനട്രേറ്റ് ചെയ്യണം. ഇരുട്ടിനാണല്ലോ വെളിച്ചത്തിൻ്റെ ആവശ്യം. ഇരുട്ടുള്ളിടത്തേക്ക് വെളിച്ചം അയച്ചു കൊടുത്താട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.